നമസ്കാരം, റൂട്ട് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് ഹോട്ടലിൽ നിന്നും ഷവർമയും അൽഫാമും കഴിച്ച നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. 8 വയസ്സുള്ള കുട്ടിയെ ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കും പരിശോധനയ്ക്കുമായി തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂ അയ്യപ്പാസ് ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡ് എന്ന ഹോട്ടലിൽ നിന്നും കഴിഞ്ഞ ദിവസം അൽഫാമും ഷവർമയും വാങ്ങിക്കഴിച്ച 15ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതും ചികിത്സയിൽ കഴിയുന്നതും. തലകറക്കം, ഛർദിൽ, ഇളക്കം, പനി എന്നിവ ഉണ്ടായതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചടയമംഗലം കീഴ്തോണി സ്വദേശി അൻസാരി അജ്മി ദമ്പതികളുടെ 8 വയസ്സുള്ള മുഹമ്മദ് ഫായിസിനെയും മാതാവിനെയുമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റുള്ളവർ ആയൂർ, ചടയമംഗലം, അഞ്ചൽ ആശുപത്രികളിൽ ചികിത്സ തേടുകയും കുറച്ചുപേർ ചികിത്സയിലുമാണ്. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് ഹോട്ടൽ അടപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരന്റെ പിതാവ് പറയുന്നത് ഇങ്ങനെ: സംഭവം അയ്യപ്പാസിൽ നിന്ന് പിന്നെ ഞായറാഴ്ച രാത്രിയിൽ 28 ഞായറാഴ്ച രാത്രി ഒരു അൽഫാം വാങ്ങിച്ച് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ മുതൽ പിന്നെ വയറിളക്കം, കുഞ്ഞിനും തള്ളയ്ക്കും വയറിളക്കം, ഛർദിൽ, തലവേദന, പനി, വയറുവേദനയൊക്കെ ആയിട്ട് ആദ്യം ചടയമംഗലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ അവർ പാരിപ്പള്ളിയിലോട്ട് റെഫർ ചെയ്ത് 5 ദിവസം അവിടെ കിടന്നിട്ട് ഇന്നിപ്പോൾ അവിടെ നിന്ന് SITയിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ. അതായത് ഈ പിന്നെ കുഞ്ഞിനും തള്ളയ്ക്കുമാണോ ഈ പറഞ്ഞ വിഷബാധ ഏറ്റെന്ന് പറയുന്നത്? അതെ 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 അതെ. എന്നായിരുന്നു പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ് എന്നായിരുന്നു? 28-ാം തീയതി ഞായറാഴ്ച രാത്രിയിൽ. 28-ാം തീയതി 28-ാം തീയതി അൽഫാം വാങ്ങിച്ച് കഴിച്ചത്. എന്നിട്ട് രാവിലെയാണോ ഇതിന്റെ വയറുവേദന മറ്റു കാര്യങ്ങളൊക്കെ? അതെ 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 വെളുപ്പിനെയാണ്. ആദ്യം ഉറക്കത്തിൽ നിന്ന് മോനെ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഛർദ്ദിച്ച് അതിനുശേഷം ഛർദ്ദിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൂസ് മോഷനായി. ലൂസ് മോഷനുമായി ക്ഷീണിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളൊരു 10 മണിയോട് കൂടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, നമ്മുടെ ചടയമംഗലത്ത്. അപ്പൊ അവിടെ നിന്ന് അവര് ആദ്യം ഗുളിക തന്ന് ഇനി വിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ അവിടെ തലകറങ്ങി വീണ്. കുട്ടി തലകറങ്ങി വീണ് അവനെ എടുത്ത് പിന്നെ അവിടെ ഇട്ട് ഡ്രിപ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഗുളികയും തന്നിട്ട് നോക്ക് എന്നും പറഞ്ഞ് വിട്ട് നമ്മള് വീട്ടിൽ വന്നപ്പം വൈഫിനും ഇതേ കണക്ക് പ്രശ്നം, തള്ളയ്ക്ക് പ്രശ്നം. 8 വയസ്സ്. പിന്നെ 2 പേരെയും പിന്നെയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ഒരു ദിവസം അവിടെ ഒബ്സർവേഷനിൽ വെച്ചിരുന്നു. പിറ്റേന്ന് അവര് പാരിപ്പള്ളിയിലോട്ട് വിട്ട് അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 29-ാം തീയതി അഡ്മിറ്റ് ചെയ്തു പാരിപ്പള്ളി. 29-ാം തീയതി പാരിപ്പള്ളിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പം അമ്മയ്ക്ക് സുഖമായോ? അമ്മയ്ക്ക് സുഖമായിട്ടില്ല. പൊടി കുഞ്ഞുള്ളത് കൊണ്ട് പിന്നെ ഗുളിക വാങ്ങിച്ച് വീട്ടിൽ വന്നു. കുട്ടി ഇപ്പൊ SITയിൽ റെഫർ ചെയ്ത് SIT കൊണ്ടുവന്നിട്ടുണ്ട്. അതെ 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 അതെ. തള്ളയ്ക്ക് ഇപ്പോഴും വയറുവേദനയൊന്നും കുറവില്ല. വയറുവേദനയും ലൂസ് മോഷനും കുറവില്ല ഇപ്പോഴും. ഇത് ഫുഡ് പോയിസൺ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കഴിച്ച പിന്നെ ഒരു 10ഓളം പേർക്ക് ഇതേ പ്രശ്നമുണ്ട്. അവര് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർക്ക് ഒരു 6ഓളം പേര് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. HIയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഭക്ഷ്യവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചടയമംഗലത്ത് നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്, പാരിപ്പള്ളിയിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്, SIT വന്നപ്പോൾ ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭക്ഷ്യവിഷബാധയാണെന്ന്. അതെ അതെ. കുട്ടിക്ക് വേറെ പ്രോബ്ലംസ് വല്ലതും ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? വേറെ എന്ന് വെച്ചാല് പനി കുറഞ്ഞിട്ടുണ്ട്, പിന്നെ ലൂസ് മോഷൻ ഒരു അയവ് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വയറുവേദനയ്ക്ക് ഒരു കുറവില്ല. ഇപ്പോഴും ലൂസ് മോഷൻ ഉണ്ട് അല്ലേ? ലൂസ് മോഷൻ ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ ഉണ്ട്. അത് മാത്രമല്ല വയറുവേദനയാണ്, അസഹനീയമായ വയറുവേദനയാണ്. ഭക്ഷ്യവിഷബാധയാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഭക്ഷ്യവിഷബാധയേറ്റവരുടെ മൊഴി ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തി. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നടപടികൾക്ക് വേണ്ടി റിപ്പോർട്ട് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയിരിക്കുകയാണ്. മൈനസിൽ നിന്നോ കോഴിയിറച്ചിയിൽ നിന്നോ ആണ് ഭക്ഷ്യവിഷബാധ ഏറ്റതാണെന്നാണ് പ്രാഥമികമായി നിഗമനം. ന്യൂസ് ഡെസ്ക്, റൂട്ട് വിഷൻ ന്യൂസ്.